ഒന്ന്, ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. 2, ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേ ന്യായം വിധിക്കും. 3, തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ഒടുവിൽ അങ്ങനെ ആടിനും ഇടയിൽ ന്യായം വിധിക്കും. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ മൃഗത്തിനും ഇടയിൽ ന്യായം വിധിക്കും എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആട് എന്ന ആശയത്തിൽ മൃഗം എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ജനുവരി മാസം 1-ാം തീയതി രാവിലെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു മെസ്സേജിൻ്റെ സബ് ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ. അതിൻ്റെ മെയിൻ ടൈറ്റിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ബിൽഡർ ആൻഡ് കോവർക്കർ എന്ന ആശയമായിരുന്നു. അതിനകത്ത് ആടുകൾ തെറ്റിപ്പോയി, ഞാൻ എൻ്റെ ആടുകളുടെ നടുവിൽ വന്ന് വസിക്കുകയും എൻ്റെ ആടുകളെ ഞാൻ പരിപാലിക്കുകയും ചെയ്യുമെന്ന് ദൈവം ഇടപെട്ടു. ഒരു റിവിഷൻ എന്നതിന് വേണം അതിവേഗത്തിൽ പോയാൽ എങ്ങനെ ആടുകൾ നഷ്ടമായി. 1, ഇടയൻ തെറ്റിയതിനാൽ ആടുകൾ തെറ്റി. അതിൻ്റെ 1-ാമത്തെ ഭാഗം നമ്മൾ എടുത്തത് അങ്ങനെയാണ്. ഇടയൻ തെറ്റിയതിനാൽ ആടുകൾ തെറ്റി. ഇടയന്മാർ എങ്ങനെ തെറ്റി? അവർ വലുതിനെയും വലിപ്പമുള്ളതിനെയും പരിപാലിക്കുകയും അവയെ കൊന്നു തിന്നുകയും അവയുടെ പാൽ അനുഭവിക്കുകയും ചെറിയവയെ നോക്കാതെ വരികയും ചെയ്ത, വലിയതിനെ ഒട്ടും നോക്കിയില്ല, അതുകൊണ്ടാണല്ലോ കൊന്നു തിന്നത്. വേണ്ടതിന് വേണം മേയ്ക്കാതെ വരികയും ചെയ്തതിനാൽ. എസെക്കിയേൽ 34-ന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എൻ്റെ ഇടയന്മാരെൻ്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട് അങ്ങനെ സംഭവിച്ചു. യെരമ്യാപ്രവചനം 22:7-9 വരെ, ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് കൊണ്ടുവന്നു. ഇടയന്മാരോട് പറയുന്ന പദമായത്. ആടുകളെയും സംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് എത്തിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണെന്നും ദൈവവചനത്തിൻ്റെ കോപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നുമുള്ള ഉറപ്പോടെ, നിത്യതയിൽ ഞാൻ ഇതിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം എന്ന അറിവോടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമാണ്. കർത്താവിൽ നിദ്ര പ്രാപിച്ച പാസ്റ്റർ വി.എ. തോമസ് അവർ എടുത്തു പറയുമ്പോൾ പറയാറുള്ളൊരു പദമുണ്ട്. പ്രസംഗത്തിൻ്റെ ആ തീവ്രത വരുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് ചെറുകെ വന്നടയ്ക്കും. ആ സമയത്ത് എനിക്ക് സമൂഹത്തെ ഒന്നും കാണത്തില്ല, പകരം എൻ്റെ മുൻപിൽ നിൽക്കുന്ന യേശുവിനെ കാണും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അയച്ചവനായ യേശു എൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കാണും. എന്നെ കൂടെ സ്നാനപ്പെടുത്താമോ എന്നൊരാൾ എന്നോട് ചോദിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്ക് നല്ല ഉറപ്പില്ലെങ്കിൽ ഞാൻ ഒക്കത്തില്ലെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്നിതാ. എന്നെ അയച്ച യേശു എല്ലാ സമയത്തും കുളക്കരയിലുണ്ട് എന്ന വിശ്വാസത്തിലാണ്. തൻ്റെ മുമ്പിൽ വെച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ന് രാത്രിയിലും ഇന്ന് പകലും യേശുവിനെ എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ട് എന്ന വണ്ണം വിശ്വാസ കണ്ണാൽ മാത്രം കണ്ടുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, സഭയോടും വിശ്വാസികളോടും ശുശ്രൂഷകന്മാരോടും ഒരുമിച്ച് പറയുന്നൊരു പദമാ, ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് കൊണ്ടുവന്നു. ദൈവം സ്ഥാപിച്ചിട്ടുള്ള ദൈവസഭകളിലൊക്കെ തന്നെയും അകത്തോട്ട് ഇറങ്ങി നോക്കിയാൽ അവയൊക്കെയും ഫലവത്താണ്. അവിടെ വന്നവരൊക്കെയും അനുഗ്രഹിക്കപ്പെടാറുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ദൈവസഭയിൽ വന്ന് അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് സംശയമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഡാഷിട്ട് വിടാം. എൻ്റെ വിശ്വാസം അവരനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അങ്ങനെ വിശുദ്ധമാക്കപ്പെട്ട ദൈവത്തിൻ്റെ തിരുസഭയിൽ അനുഗ്രഹിക്കപ്പെട്ടതിനെ തുടർന്ന് നിങ്ങൾ എൻ്റെ സ്ഥലത്തെ അശുദ്ധമാക്കി, എൻ്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ജ്ഞാനികൾ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, ബാൽ മുഖേന പ്രവാചകന്മാർ പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് അവർ ചേർന്ന് നടന്നു. അങ്ങനെ ഇടയന്മാർ തെറ്റി. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരേഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വാക്യം വായിച്ച ശേഷം ഇവിടെ നിന്നൊരൊറ്റ ചാട്ടം ചാടി എബ്രായ ലേഖനത്തിൽ പോയി. പക്ഷേ എബ്രായ ലേഖനത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഞാൻ പറയാഞ്ഞതുകൊണ്ട് എന്നെപ്പോലെ ഇരിക്കുന്നവർക്കും ഓട്ടോമാറ്റിക്കലി മനസ്സിലാകുമല്ലോ എന്ന് അബദ്ധത്തിൽ ധരിച്ചുപോയി. അല്ലെങ്കിൽ എങ്ങനെയോ ഒരബദ്ധത്തിൽ ഞാൻ എബ്രായ ലേഖനത്തിലുള്ള ഒരു ചരിത്രമാണ് എടുത്തത്. ഈ ചരിത്രത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു, മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 11:8 യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, കാറ്റിനാൽ ഉടയുന്ന ഓടയല്ല, യോഹന്നാൻ ദൈവവചനത്തിന്മേൽ നിൽക്കുന്നവനാണ്.
യോഹന്നാൻ്റെ ജീവിതത്തിൽ ആടി ഉലഞ്ഞു എന്നത് സത്യമാണെങ്കിലും അതല്ല ഒരു പ്രവാചകനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. സ്റ്റേണായി ഉറപ്പോടെ നിൽക്കുകയാണ്. എന്നെപ്പോലെ ഒരുത്തൻ ഓടിപ്പോകത്തില്ല, എന്നെപ്പോലെ ഒരുത്തൻ സന്ധ്യാലോചനയ്ക്ക് പോകത്തില്ല, എന്നെപ്പോലെ ഒരുത്തൻ പിന്മാറുകയില്ല. മരണം വരെ എനിക്ക് വേണ്ടി കാത്തിരുന്നാലും ഞാൻ പുറകോട്ട് നോക്കുകയില്ല എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ്റെ ധൈര്യം ഒരു ശുശ്രൂഷകൻ ഉണ്ടാകണം. അതില്ലാതെ പോയാൽ അവൻ കാറ്റിനാൽ ഉലയുന്ന ഓടയാണ്. യേശു ചോദിച്ചു, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, പ്രവാചകന്മാരെ കാണാനാണ് നിങ്ങൾ പോയത്. 2, നിങ്ങൾ മാർദ്ദവ വസ്ത്രം ധരിച്ച പുരുഷന്മാരെ കാണാൻ പോയോ? ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വരുന്ന അബദ്ധങ്ങളിൽ ചിലത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ യേശു ചിത്രീകരിക്കുകയാണ്. 1, കാറ്റിനാൽ ഉലയുന്ന ഓട. 2, മാർദ്ദവ വസ്ത്രം ധരിച്ചവർ. എൻ്റെ ചെറിയ പ്രായത്തിൽ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുന്ന ആ കാലഘട്ടങ്ങളിൽ KN പീറ്റർ എന്ന പേരിൽ ഒരു പീറ്റർ ഉപദേശി ഞങ്ങളുടെ നാട്ടിൽ 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയത് ഓർമ്മയുണ്ട്. ഒറ്റ ദിവസം പോലും ഉപവാസ പ്രാർത്ഥനയിൽ പോയി പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യം വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെയുള്ള ദൂരമേ ഉള്ളെങ്കിലും രാത്രി മീറ്റിങ്ങൾക്ക്, അവിടെ പകൽ മീറ്റിംഗ് ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിവില്ല, രാത്രി മീറ്റിങ്ങുകൾക്ക് പോകുവാൻ അന്ന് ആ സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് അനുവാദമില്ലാഞ്ഞതിനാൽ പോകാൻ സാധിച്ചില്ല. പക്ഷെ പീറ്റർ ഉപദേശി ഉറക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതിഷ്ഠ തെറ്റി ആത്മാവില്ല, ആയുധമില്ലാതെ അടരിൽ തോറ്റു, വസ്ത്രത്തിൻ്റെ മേൽ മേനി വരുത്തി പുസ്തകമേന്തി നടപ്പൂ വലരും. അദ്ദേഹം ഉറക്കെ പാടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അക്കാലത്ത് മൈക്കില്ല, പീറ്റർ ഉപദേശിക്ക് ആശേഷമില്ല. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം വരെ ഒരു മലമണ്ടയിലിരുന്ന് പാടുന്ന അദ്ദേഹത്തിൻ്റെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എൻ്റെ വീട്ടിൽ കിടന്ന് പല ആവർത്തി ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. പ്രതിഷ്ഠ തെറ്റി ആത്മാവില്ലാതെയായി. ഇങ്ങനെ അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: വിരലി പിടിച്ച് നീ പടയിൽ ചാടി. ഒരുപാട് പേർക്കുണ്ടാകുന്ന പ്രശ്നമാണ് വിരലി പിടിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. വിരലി പിടിച്ച് നീ പടയിൽ ചാടി, ആയുധമില്ലാതെ അടരിൽ തോറ്റു, പ്രതിഷ്ഠ തെറ്റി ആത്മാവില്ല, ഭാവനയിൽ ഓടുകയല്ലേ. അതെ, നിങ്ങൾ എന്ത് കാണാൻ പോയി? മാർദ്ദവ വസ്ത്രമോ? പലരെക്കുറിച്ചും പറഞ്ഞു, അവർ വസ്ത്രത്തിൻ്റെ മേൽ മേനി വരുത്തി പുസ്തകമേന്തി നടക്കുകയാണ്. നിങ്ങൾ മാർദ്ദവ വസ്ത്രം ധരിച്ചവരെ കാണാനാണോ പോയത്? അല്ല, അത് രാജധാനിയിലാണ്. പിന്നെ എന്ത് കാണാനാണ് പോയത്? ഒരു പ്രവാചകനെ കാണുവാൻ, പ്രവാചകനിലും ശ്രേഷ്ഠനെ. ഇടയന്മാർ വീണു, ആകയാൽ ആടുകൾ തെറ്റി. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതിൻ്റെ റിവിഷൻ്റെ ചില ഭാഗങ്ങൾ നോട്ട് സോ എക്സ്പ്ലെയിൻഡ്, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യങ്ങളിൽ വരുമ്പോൾ, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം മത്തായി 10-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം അവൻ എൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. കൊയ്ത്ത് വളരെയുണ്ട് സത്യമാണ്, വേലക്കാർ ചുരുക്കമാണ്, അതുകൊണ്ട് ഞാൻ വേലക്കാരെ അയച്ചു തുടങ്ങുകയാണ് എന്ന ആശയത്തിൽ തൻ്റെ 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഒരു ശുശ്രൂഷകൻ്റെ ആരംഭം എവിടെയാണ്? 1, അവൻ ദൈവത്താൽ വിളിക്കപ്പെടണം. തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും രോഗികൾക്ക് സൗഖ്യം പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും രോഗികൾക്ക് സൗഖ്യം വരുത്തേണ്ടതിനും അവൻ 12 വരെ തിരഞ്ഞെടുത്തു. അതാണ് ഒരു ശുശ്രൂഷകൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഭാഗം. എന്തുകൊണ്ട് ഞാൻ ഈ സഭയോട് ഇത് വിളിച്ചു പറയുന്നു? ഇതിനകത്തിരിക്കുന്ന ചെറിയവൻ 1000 ഓടിക്കണമെങ്കിൽ ചെറിയവനും ശുശ്രൂഷകനാകണം എന്ന ആഗ്രഹം എനിക്ക് ഹൃദയത്തിൽ കത്തുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പറയാറുള്ളത്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഇവിടെ ഞാൻ ഒരു അനുഭവ സാക്ഷ്യം ഒന്ന് പരസ്യമായി പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം അത് തൊട്ടായിരുന്നു. വേദപുസ്തകത്തിൽ സൂചന പോലും കണ്ടിട്ടില്ലാത്തതും, സൂചനയില്ലെന്ന് പറയാനൊക്കത്തില്ല, വ്യക്തമായി കണ്ടിട്ടില്ലാത്തതും, അതേസമയം പറഞ്ഞു കേട്ടതുമായ ഒരു പ്രത്യേക തരം രോഗശാന്തിയായിരുന്നു ക്യാൻസർ ഇജക്ഷൻ. ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു എന്നാണെന്നല്ല പറഞ്ഞത്, ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു. എൻ്റെ കാര്യവുമല്ല പറഞ്ഞത്, മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ വരികയാണ്. ക്യാൻസർ രോഗിയായി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തൻ്റെ ക്യാൻസർ ബാധിച്ച ഭാഗം പൊട്ടിത്തെറിച്ച് ക്യാൻസർ പുറത്തു പോകുന്ന ഒരനുഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരിക്കൽ ബെന്നിഹിൻ്റെ ശുശ്രൂഷയിൽ മെറീന ബ്രീച്ചിൽ വെച്ച് നടന്നതായി വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
അന്നു മുതൽ ചില വർഷങ്ങൾ, ഏതാണ്ട് 10-30 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, ക്യാൻസർ റിജക്ഷൻ്റെ കപ്പാസിറ്റി ഞങ്ങളെ കൂടെ ഏൽപ്പിക്കണം, ഞങ്ങളുടെ പ്രാർത്ഥനയിലും ക്യാൻസർ റിജക്റ്റ് ചെയ്യണം. അത് നിന്നു. ആ പ്രാർത്ഥന പോലും നിന്നിട്ട് 4-5 വർഷമായി. കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മദ്രാസിൽ പോയിട്ട് നമ്മുടെ ദേവ് ബ്രദറിൻ്റെ ചർച്ചിൽ ശുശ്രൂഷിക്കാനിടയായി. അവിടെ ഒരു ക്യാൻസർ രോഗി വന്നു. 4th സ്റ്റേജിൽ സീരിയസ് കണ്ടീഷനിലിരുന്ന ഒരു ക്യാൻസർ രോഗിയാണ്. ഞാൻ പ്രാർത്ഥിച്ച ശേഷം തനിക്കൊരു ഹെവി ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ് ക്യാൻസറിൻ്റെ അണു പോലും ശരീരത്തില്ല. ഇജക്റ്റ് ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനന്തരം അവൻ എൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 21:15 അവൻ പ്രാതൽ കഴിഞ്ഞ ശേഷം ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചതിനവൻ ഉവ്വ് എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവൻ അവരോട് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയാൽ നഷ്ടപ്പെട്ട സ്ഥാനത്ത് ദൈവം ഇടയന്മാരെ റിസ്റ്റോർ ചെയ്തു. ആടുകൾ നഷ്ടമാകുവാൻ കാരണം എന്താണ്? ഒന്ന്, പ്രോപ്പർ ഇടയന്മാർ ഇല്ലാതെ പോയതിനാൽ. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. പാസ്റ്റർ എം വി ചാക്കോ സാറ് ഇവിടെ വന്ന സമയത്ത്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓവർസിയറായിരുന്ന പാസ്റ്റർ എം വി ചാക്കോ സാർ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ചർച്ചിലൊരു വലിയ പ്രത്യേകത കൊണ്ട് സമകാലികരായ ശ്രേഷ്ഠന്മാരായ ശുശ്രൂഷകന്മാർ, പ്രസ്ഥാനങ്ങളുടെ 1ാം തലപ്പത്ത് ഇരിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുണയാൽ അവരിൽ മിക്കവരും ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കുവാനും, തീരെ ചെറിയ അക്കോമഡേഷൻസൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കുവാനും, ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും, സഹകരിക്കുവാനും, അവരുടെ എല്ലാം കയ്യിൽ നിന്ന് ഗുണദോഷങ്ങൾ ഏറ്റെടുക്കുവാനും കൃപയാൽ കർത്താവ് പദവി തന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മേലധ്യക്ഷന്മാരിൽ ഒരുവനായിരുന്ന പാസ്റ്റർ എം വി ചാക്കോ സാറ് ഒരിക്കൽ നമ്മുടെ കൊച്ചു ചർച്ചിൽ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ, അന്ന് 60 പേര് 70 പേര് കാണും. സാറ് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമെന്നതിൻ്റെ ഇട്ടിരിക്കുന്ന കോമ തെറ്റിപ്പോയെന്ന്. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കോമ ഇടേണ്ടത് ഇങ്ങനെയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യവേലക്കാരോ ചുരുക്കം. അങ്ങനെ വായിച്ചാൽ അത് അർത്ഥം കറക്റ്റാകും, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥമല്ല. ആ സാഹചര്യത്തിലാണ് പത്രോസിനെ റിസ്റ്റോർ ചെയ്ത് കർത്താവ് കാണിക്കുന്നത്. മോനെ പത്രോസെ, അങ്ങ് കേവലം ഒരു എക്സാമ്പിളാണ്. എനിക്ക് 10,000 റിസ്റ്റോർ ചെയ്യാനുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് 10,000 റിസ്റ്റോർ ചെയ്യുവാൻ എൻ്റെ കേൾവി പഥത്തിൽ എന്നെ കേൾക്കുന്നവർ, ഹാർവസ്റ്റ് ടെലിവിഷനിലുള്ളവർക്കായി ഞാൻ പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ജനവിഭാഗമുണ്ടെന്ന് കരുതുന്നു. തൻ്റെ ഈ കേൾവിക്കാരിലോട് പറയട്ടെ, സത്യവേലക്കാർ ചുരുക്കമാകയാൽ റിസ്റ്റോറേഷൻ്റെ പ്രോസസ്സ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുന്നമേ യേശു ചെയ്തു. മരിച്ചു, പാപത്തിൻ്റെ വില മുടക്കി ശത്രുവിൻ്റെ തലയെ തകർത്തു. നിവൃത്തിയായി എന്ന് പ്രഖ്യാപിച്ച ശേഷം കല്ലറയെ തുറന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തെറ്റിപ്പോയതിൻ്റെ ശിഷ്യന്മാരെ തേടി പലയിടങ്ങളിലും പോയി. ഒടുവിൽ തീബരിയോസ് കടൽക്കരയിലിട്ട് അവരെ പിടിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു. അവരോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞ് നേതാവായ പത്രോസിനെ വിളിച്ചേച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. ഞാനവിടെ 1 മിനിറ്റും കൂടെ എക്സ്ട്രാ എടുത്തോട്ടെ. പല പ്രാവശ്യം ഈ ചർച്ചയിൽ തൊട്ടിട്ടുള്ളതാണ്. യഹൂദന്മാരുടെ ഇടയിലെ ഒരു പഴയ പാരമ്പര്യമാണ്, 2 പേര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നത് ഒരു പ്രാതലിൻ്റെ സമയത്താണ്. ഒരു രാത്രിയിൽ ഈ ശിഷ്യന്മാരെ മീൻ പിടിക്കാൻ അവർ പോയി. അവർക്ക് 1 മീൻ പോലും കിട്ടാതെ കർത്താവ് പ്രത്യേകം കാവൽ നിന്നു. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, 1 മീൻ പോലും കിട്ടാതെ കർത്താവ് പ്രത്യേകം കാവൽ നിന്നു. മീനിനോടൊക്കെ പറഞ്ഞു കാണും, പോകരുത്, ഞാൻ പറയുമ്പം തിരിച്ചു വരേണ്ടതാണ്, അതുകൊണ്ട് അവിടെ നിന്നോളാൻ പറഞ്ഞു. മീനെല്ലാം ഞാൻ അണച്ചു പതച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒന്നുകൂടെ വല വീശാൻ പറഞ്ഞു. അവർ1 പ്രാവശ്യം കൂടെ വല വീശി പെരുത്ത മീൻകൂട്ടത്തെ അവർക്ക് കിട്ടി. അവർ കരയ്ക്കിറങ്ങി വരുമ്പോൾ യേശു തൻ്റെ പ്രാതലൊരുക്കി കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് പ്രാതലൊരുക്കി കാത്തിരിക്കുന്നത്? വാടമ്മോനെ പത്രോസേ, നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. നീ എന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞത് ഓർമ്മയുണ്ടോ? നീ എന്നെ വിട്ടേച്ചു പോയത് ഓർമ്മയുണ്ടോ? ഞാൻ മീൻ പിടിക്കാൻ പോകാണെന്ന് പറഞ്ഞ് നീ ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ടോ? ശരിയാണ്, ഞാൻ നിന്നെ പലപ്പോഴും താക്കീത് ചെയ്തു. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ താക്കീത് ചെയ്യുന്നവർക്കായി സ്തോത്രം. ഞാൻ അധികം ചെയ്യാറില്ല. യേശു അവരെ താക്കീത് ചെയ്തു. പത്രോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിച്ചതാണ്, വാൾ എടുത്തോട്ടെ എന്ന്. ഇവിടെ 2 വാളുണ്ട്, അത് മതിയോ എന്ന് ചോദിച്ചു. ശരിയെന്ന് യേശു സമ്മതിച്ച് വാളും എടുത്തുകൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് വെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ വെട്ടിൻ്റെ ശൈലിയൊക്കെ കണ്ടപ്പോഴേ
യേശുവിന് പിടികിട്ടി ഇവൻ വെട്ടിയാൽ മിക്കവാറും വെട്ടുകൊണ്ട് തീരുകയുള്ളൂ, അല്ല ഇവന് വാള് പിടിക്കാൻ പോലും അറിയാൻ വയ്യ. വല പിടിച്ച് പരിചയമുള്ളവൻ വാള് കൊണ്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് പത്രോസിനോട് പരീക്ഷ സ്വരത്തിൽ പറഞ്ഞു, ഇടറാ വാളുറയിൽ, വാളെടുക്കുന്നവൻ വാളാൽ വീഴും എന്ന കർത്താവേ അങ്ങ് അനുവദിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ, ഒരു മയത്തിന് പറഞ്ഞുകൂടെ എന്ന് പോലും പത്രോസ് ചോദിച്ചില്ല. തൻ്റെ വൈരാഗ്യം താൻ സംഭരിച്ചു. എല്ലാം കൂടെ ചേർന്ന് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവകൃപ ബ്ലോ അപ്പ് ചെയ്തവരെ പത്രോസ് പ്രതിനിധീകരിക്കുന്നു. ഇങ്ങോട്ട് വിളിച്ചയച്ചു പറഞ്ഞു, ഇനി പറ പത്രോസേ, ഇവയിലുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് 2 പ്രാവശ്യം പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യവും യേശു ചോദിച്ചു. താൻ ദുഃഖിച്ചു പറഞ്ഞു, കർത്താവേ അങ്ങയ്ക്ക് സകലതും അറിയാം, എൻ്റെ സാഹചര്യം, ഞാൻ എങ്ങനെ തെറ്റിയെന്ന്, എൻ്റെ പ്രമാണത്തിൽ ഞാൻ എവിടെ തെറ്റുപറ്റിച്ചുവെന്ന്, എവിടെയാണ് എനിക്ക് വീഴ്ച പറ്റിയതെന്ന് അങ്ങ് സകലതും അറിയുന്നു. അങ്ങയ്ക്കറിയാത്ത ഒരു രഹസ്യവുമില്ല. അതിന് പത്രോസെ ക്ഷമിച്ചിരിക്കുന്നു. ആ പദം ഇതിനകത്തില്ല കേട്ടോ. പത്രോസെ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. മോനെ, എൻ്റെ ആടുകൾ പോയടാ, ഇടയനില്ലാത്തതിനാൽ ആളുകൾ പോയി. കൊയ്ത്ത് വളരെയുണ്ട്, സത്യവേലക്കാർ ചുരുക്കമാണ്. ഞാൻ നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്ത് ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കളഞ്ഞു കുളിച്ചെങ്കിൽ വാ, എൻ്റെ ആടുകളെ മേയ്ക്ക്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. ആ ശുശ്രൂഷയുടെ റിസ്റ്ററേഷൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന, നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ശുശ്രൂഷകന്മാരെ, വേലക്കാരെ നമ്മുടെ മേൽ തിരികെ വന്ന് വീഴട്ടെ. എവിടെയൊക്കെയോ എൻ്റെ മേൽ ചില ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു പോയി എന്ന് പറയുന്നവർ ഇന്ന് പകൽ അത് ദൈവസന്നിധിയിൽ ഏറ്റെടുക്കാം. ഈ സഭയെ ദൈവം ആരംഭത്തെങ്കിൽ, ഞാൻ ഇവിടെ വന്ന ശേഷം ആരംഭത്തെങ്കിൽ ഏൽപ്പിച്ചത് ആസ്മയുടെ മേലൊരു അധികാരമാണ്. പിന്നീട് ഒരിക്കൽ ദൈവം ഏൽപ്പിച്ചത് ഡെങ്കുവിൻ്റെ മേലൊരു അധികാരമാണ്. ഒടുവിലായി ദൈവം ഏൽപ്പിച്ചത് ക്യാൻസറിൻ്റെ മേലൊരു അധികാരമാണ്. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ അധികാരങ്ങൾ മടങ്ങി വരുവാൻ ഞങ്ങൾ ക്ലെയിം ചെയ്യുകയാണ്. മോനെ പത്രോസെ, ഞാൻ റിസ്റ്റോർ ചെയ്യുകയാണ്. ഒരു വലിയ റിസ്റ്റോറേഷൻ പത്രോസിൽ നടത്തിയേച്ച് പറഞ്ഞു, ഇനി എൻ്റെ ആടുകളെ മേയ്ക്ക്, എൻ്റെ ആടുകളെ തീറ്റിപ്പോറ്റുക. ആട് തെറ്റി എന്ന ഭാഗത്തേക്കാണ് ഇന്ന് വരുന്നത്. അവിടെയാണ് ആടിനും ഇടയിൽ ന്യായവിധി. 1-ാമത്തെ ഭാഗം കഴിഞ്ഞയാഴ്ച ചിന്തിച്ചതിൻ്റെ റിവിഷനിൽ, കഴിഞ്ഞയാഴ്ചയിൽ വിശദീകരിക്കാൻ കുറഞ്ഞു പോയത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആ റിവിഷൻ എടുക്കുകയായിരുന്നു. 1, ഇടയൻ തെറ്റി, ആകയാൽ ആടുകൾ നഷ്ടമായി. 2, ആട് തെറ്റി. ഇന്ന് അവിടെയാണ് തുടങ്ങുന്നത്. എസെക്കിയേലിൻ്റെ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, നിങ്ങളോ എൻ്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആടിനും മധ്യേയും കോലാട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കും. 1, ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. ഇവിടം കൊണ്ടൊരു കൺക്ലൂഷന് വരരുത്. ഇതൊരു പഴയ നിയമ വെളിപ്പാടാണ്. പ്രവചന പർവ്വതം എന്നൊരു പദം ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ദൂരെയുള്ള ഒരു പർവ്വതം ഇവിടെ നിന്ന് കാണുകയാണെങ്കിൽ ആ പർവ്വതത്തിൽ വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാം. പക്ഷേ ഏത് വൃക്ഷം 1ാമത് നിൽക്കുന്നുവെന്നും ഏത് വൃക്ഷം 2ാമത് നിൽക്കുന്നുവെന്നും, ആദ്യം നിൽക്കുന്നത് തെങ്ങാണോ മരുതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം നിൽക്കുന്നത് പ്ലാവാണോ മാവാണോ ആഞ്ഞിലിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ആ പർവ്വതത്തോട് അടുത്ത് വരുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കൂടുതൽ കാണും. പ്രവചനങ്ങൾ തിരുവചനത്തിൽ വരുന്നത് മുഴുവനും പ്രവചന പർവ്വത രൂപത്തിലാണ്. വളരെ അകലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിന് ക്ലാരിറ്റി കുറവായിരിക്കും. പഴയ നിയമത്തിൽ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ എസെക്കിയേൽ പ്രവചന പർവ്വതത്തിൽ നിന്ന് കണ്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആടിനും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കും. എന്താണ് ന്യായം വിധിക്കുവാൻ കാര്യം? ഈ വാക്യത്തിൻ്റെ അർത്ഥത്തിൻ്റെ ഗാംഭീര്യം എന്താണ്? പുതിയ നിയമത്തിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൽ ജീവനോടിരിക്കുന്ന ആക്റ്റീവ് പെന്തക്കോസ്തുകാർക്കും മനസ്സിലാകും. അന്ന് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു പർവ്വത വീക്ഷണം മാത്രമേ ലഭിച്ചുള്ളൂ, അന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ല. ഇന്നത് ഒത്തിരിയും കൂടെ വ്യക്തമായി കിട്ടത്തക്കവണ്ണം നമ്മുടെ അടുക്കൽ വന്നു. ഞാൻ ആ ഭാഗങ്ങളിലൂടെ വരാൻ പോകുകയാണ്. ന്യായം വിധിക്കുവാനുള്ള കാരണത്തെക്കുറിച്ച് ആദ്യമേ എസെക്കിയേലിലെ വിശദീകരണങ്ങൾ എടുക്കുക, എന്നിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ വരാം. എസെക്കിയേൽ 34-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ നല്ല മേച്ചിൽ പുറത്ത് മേഞ്ഞിട്ട് മേച്ചിലിൻ്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ച ശേഷം ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടി എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് അവ കുടിക്കുകയും ചെയ്യണമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും
മെലിഞ്ഞ ആടുകൾക്ക് മധ്യേ ന്യായം വിധിക്കും. ഒന്ന്, ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. എന്തായിരുന്നു അവർ കാണിച്ച തെറ്റ്? 2, ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേ ന്യായം വിധിക്കും. ഈ ആടിനും ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും എന്നൊക്കെ പറയുമ്പോൾ തിരുവചനത്തിൻ്റെ ഒരു പ്രത്യേക ശൈലി മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 25:32 നോക്കുമ്പോൾ എടുത്ത് വായിക്കണ്ട. മത്തായിയുടെ സുവിശേഷം 25:32 വരുമ്പോൾ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ആടുകളെ തമ്മിൽ ഇടത്തും വലത്തുമായി വേർതിരിക്കും എന്ന് യേശു പറയുന്നൊരു പദമുണ്ട്. മരിക്കമുള്ള ആടുകളും മരിക്കമില്ലാത്ത ആടുകളും എന്ന ആശയത്തിലാണ്. ആടെന്ന് പറയുന്നതിനേക്കാൾ അടുത്ത ടേമാണ് ആട്ടുകൊറ്റൻ. ദാനിയേൽ പ്രവചനത്തിലെ ദർശനങ്ങളിലൊക്കെയും ആടിനെ വിശദീകരിക്കുന്നതിന് പകരം ഇടിക്കുന്നതും കുത്തുന്നതും തൊഴിക്കുന്നതും ചവിട്ടുന്നതും കടിക്കുന്നതുമായ ആടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആട്ടുകൊറ്റൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ആണാടായിരിക്കും എന്നെനിക്ക് എൻ്റെ സ്ട്രോങ് ഡൗട്ടുണ്ട്. രണ്ടായാലും ആണത്വമുള്ള ആടാ അത് പറഞ്ഞേ തീരത്തുള്ളൂ. കാര്യം അതിനെ തൊട്ടാൽ അത് തിരിച്ചു കടിക്കും, അതിനെ തൊഴിച്ചാൽ അത് തിരിച്ച് ചവിട്ടും, അത് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ ആടിനുമിടയിൽ ഒന്നുകൂടെ വിശദമാക്കാം. മിടുക്കന്മാരുണ്ടെങ്കിൽ ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേ ഞാൻ നിന്ന് ന്യായം വിധിക്കും. പലതിനെയും ന്യായം വിധിക്കുവാൻ താണവരെ കൊണ്ടൊക്കത്തില്ല, ചെറിയവരെ കൊണ്ടൊക്കത്തില്ല. അതിനുവേണ്ടി ഞാൻ ആളുകളെ അയക്കും, ചില വലിയവരെ ഞാൻ അതിനു വേണ്ടി അയക്കും. ഇന്നലെ രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഒരു ദൈവദാസൻ്റെ പ്രാക്ക് ഒരു വിശ്വാസിയുടെ മേൽ വീണ ഒരു ചരിത്രത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. ഞാൻ അതിനോട് സപ്ലിമെൻ്റ് ചെയ്ത് എന്നൊരു കൊച്ചു ചരിത്രം എൻ്റെ ആയുസ്സിൽ കണ്ടത് ഓർമ്മിപ്പിക്കട്ടെ. 1982 ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ബഥേലിലല്ല വേറൊരു സഭയിൽ ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. കൂടുതൽ വിശദീകരണങ്ങൾ ഇന്നെൻ്റെ വാഗുകൊണ്ട് പറയാതിരിക്കാൻ. ആ ചർച്ചിനകത്ത് ഒരല്പസ്വല്പം ഗമയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ചർച്ചിൽ സാധാരണക്കാരായ ആളുകളും വളരെ ഓർഡിനറിയായ ആളുകളും മാത്രമേ രാത്രി യോഗങ്ങൾക്ക് വരത്തുള്ളൂ. കഴിവുള്ളവരും കൃപയുള്ളവരും അങ്ങനെ വേണം പറയാൻ ഒക്കെ രാത്രി യോഗങ്ങൾക്കൊന്നും വരത്തില്ല. അത് പിള്ളേര് പണിയാണ്. അങ്ങനെ ഞങ്ങളൊക്കെ പോകുമായിരുന്നു. ഞാൻ പറയുന്ന ഒരല്പം ഗമയുള്ള ഒരു പുള്ളിയുണ്ട്. അദ്ദേഹം HMDയിലെ ഒരു ജോലിക്കാരനായിരുന്നു. അക്കാലത്തൊരു 4 ഫിഗർ സാലറി ഉണ്ട്. അക്കാലത്ത് 4 ഫിഗർ സാലറി എന്ന് പറയുന്നത് സംതിങ് ഡിഫിക്കൽട്ട്. അക്കാലത്ത് അദ്ദേഹത്തിന് ഒരു 4 ഫിഗർ സാലറി ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം രാത്രി യോഗങ്ങൾക്ക് വരാറില്ല. സഭായോഗം പകുതിയാകുന്നതോടെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വരികയും ആശീർവാദം കഴിയുന്നതിന് മുന്നമേ 1-2 ചീറ്റുമൊക്കെ ചീറ്റി ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ്. ഒരു ദിവസം രാത്രി യോഗം കഴിഞ്ഞപ്പോൾ തേണ്ടി ഈ മനുഷ്യൻ അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നു. എന്നോട് പറഞ്ഞാൽ എല്ലാവരോടും കൂടെ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ MA വർഗീസ് തിരിച്ചു പോകുന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് കയറിയിട്ടേ പോകാവൂ. എൻ്റെ കൂടെ ഒരു ബ്രദർ ജോർജ് കുട്ടി ഉണ്ട്. അദ്ദേഹം ഇന്നൊരു ദൈവപ്രവൃത്തിനാണ്. ഉണ്ടല്ലേ? ജോർജ് കുട്ടി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം അദ്ദേഹത്തിന് കൊറോണ സീരിയസ് ആയി എന്ന് ഞാൻ കേട്ടു. എന്ന് ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നൊരു ജോർജ് കുട്ടിയാണ്. ഞങ്ങളോട് 2 പേരോട് പറഞ്ഞു, നിങ്ങൾ 2 പേര് ഇന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് കയറണം. ചർച്ചിലുള്ള എല്ലാവരോടും പറഞ്ഞു, ഞാനിവിടെ എപ്പോഴും മീറ്റിങ്ങിന് വന്ന് ഇവിടെ അടയിരിക്കാത്തത് കൊണ്ട് ആളുകൾക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പോരാന്ന് എനിക്കറിയാം. രണ്ടായാലും ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ ബാംഗ്ലൂരിൽ ഉണ്ടായിരിക്കുന്നതല്ല. നല്ല കാര്യം. ഞാനും ജോർജ് കുട്ടി ബ്രദറും കൂടെ ഞങ്ങളുടെ സൈക്കിളുകളിൽ കയറി ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു. ഞങ്ങൾക്കൊരു നല്ല ചായയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്, എനിക്കവിടെ ഒരു നല്ല ജോലി കിട്ടി. ഇപ്പം ഞാൻ ചോദിച്ചു, ബ്രദറിൻ്റെ മക്കളൊക്കെ എങ്ങനെയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതൊരു കുഴപ്പമില്ല, പിള്ളേരുടെ എല്ലാം ടീസ് ഞാൻ എടുത്തു കഴിഞ്ഞു. HMDയിൽ നിന്ന് ഞാൻ ജോലി രാജിവെച്ചു, എൻ്റെ സെറ്റിൽമെൻറ്റും വാങ്ങിച്ചു കഴിഞ്ഞു. ഈ ക്വാർട്ടേഴ്സാണ് റിട്ടേൺ ചെയ്യാനുള്ളത്. അത് ഈ ബുധനാഴ്ച റിട്ടേൺ ചെയ്യും. എനിക്ക് പകരം വേറൊരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയിലത്തെ ഫ്ലൈറ്റിന് ഞാൻ ബോംബെയിൽ നിന്ന് സൗദിയിലേക്ക് പോകുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചങ്ങ് വിട്ടേക്ക്, അതിനുവേണ്ടി വിളിപ്പിച്ചതാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചപ്പോൾ ഞാൻ കാണുന്നത് ഒരു ഒരു ബ്ലൂയിഷ് കളറുള്ള, ഒരു ബ്ലൂയിഷ് പച്ചയും ബ്ലൂവും കൂടെ കലർന്ന ഒരു കളറുള്ള ഒരു ബ്രീഫ് കേസും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എയർപോർട്ടിൽ നിൽക്കുന്നു. എയർപോർട്ടിൽ ഒരു റെഡ് ലാമ്പ് കത്തുകയും കെടുകയും ചെയ്യുന്നു. എയർപോർട്ട് മഴ പെയ്ത് വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന പോലെ ഒരു കാഴ്ച കണ്ടു. ഞാൻ പറഞ്ഞു, സാറേ ക്വാർട്ടർ വിടാൻ വരട്ടെ, പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ നേരെ ചീറ്റി. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ, ക്വാർട്ടർ വിടാൻ വരട്ടെ, പോകുമെന്ന് തോന്നുന്നില്ല.
കാര്യം ഇങ്ങനെ ഒരു ബ്രീഫ് കേസ് കാണുന്നുണ്ട്, ഒരു സഫാരി സൂട്ട് ഇട്ടിരിക്കുന്നത് കാണുന്നു. ആ മനുഷ്യൻ സഫാരി സൂട്ട് അന്ന് ഉപയോഗിക്കാറില്ല. ഇത് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ നടുങ്ങി. അവർ പറഞ്ഞു, അയ്യോ ഒരു സഫാരി സൂട്ടുണ്ട്, ഈ ഒരു ബ്രീഫ് കേസിൻ്റെ അതേ കളറാണ്. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഞാൻ കണ്ടത്. ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് കാണിച്ചു, ഇതാണെന്നോ? ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ കണ്ടത്. പോകത്തില്ല, ക്വാർട്ടർ വിടാൻ വരട്ടെ. രണ്ടായാലും ബോംബെ വരെ അദ്ദേഹം പോയി. ബോംബെ ചെന്നപ്പോൾ അറിഞ്ഞു ഇതിനകത്ത് വീസ ഇല്ല, ആരണ്ട് ഒരു ഫേക്ക് സ്റ്റാമ്പ് അടിച്ചിരിക്കുക. ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു, അതങ്ങ് കഴിഞ്ഞു. ക്വാർട്ടേഴ്സ് റിട്ടേൺ ചെയ്തു, ഇതെല്ലാമായി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചർച്ച് മുഴുവനും കൂടെ വന്ന് എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് നടത്തണം. HMDക്കാർ കരുണ തോന്നി ഒരാഴ്ചത്തേക്ക് കോട്ടനൊരു എക്സ്റ്റൻഷൻ കൊടുത്തു. ഒരാഴ്ച കോട്ടനൊരു എക്സ്റ്റൻഷൻ കൊടുത്തു. ആ ഒരാഴ്ച കൊണ്ട് ചർച്ചുകാരൊന്നൊരു മീറ്റിംഗ് നടത്തുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന ജോർജ് കുട്ടി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, ഞാനൊരു കാഴ്ച കാണുന്നു. ഒരു പ്രായമുള്ള ദൈവദാസൻ അല്പം കീറിയ ഒരു ഉടുപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വളഞ്ഞ കാലുള്ള ഒരു കുടയുണ്ട്. ആ കുട തൻ്റെ ഷർട്ടിൻ്റെ പുറകിലോട്ട് തൂക്കി നിന്ന്, നീ ശരിയാകില്ല മോനെ എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കാം. ഈ മനുഷ്യൻ ചൂടായി. ജോർജ് കുട്ടിയുടെ നേരെ ചൂടായിട്ട് പറഞ്ഞു, അയാൾ പറഞ്ഞാൽ ആർക്കെന്നെ ഫലിക്കാനാ? ഞാൻ പറഞ്ഞു, സാറേ ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ പോയി കാലേ വീഴ്. തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ വേറെ മാർഗമില്ല. ഞാൻ ഇനിയും ബാക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വരേണ്ടതൊക്കെയും പുറകെ വന്നു. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പോയി ആ മനുഷ്യൻ്റെ കാല് പിടിച്ചു, ഒരു സ്തോത്ര കാഴ്ചയൊക്കെ കൊടുത്തു, ക്ഷമ ചോദിച്ചു, മടങ്ങി വന്നു. ദൈവമാക്കിയ ചില സ്ഥാനങ്ങളുണ്ട്, ദൈവമാക്കിയ ചില അവസരങ്ങളുണ്ട്. തടിച്ച ആളുകൾ പലതും മുറുമുറുക്കാറുണ്ട്. ആട്ടുകൊറ്റന്മാരും കോലാട്ടുകൊറ്റന്മാരും പലപ്പോഴും വഴക്കിന് വരാറുണ്ട്. കർത്താവ് പറഞ്ഞു, ഉപദേശിയെ കൊണ്ടത് കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല, ന്യായവിധിക്ക് ഞാൻ ഇറങ്ങി വരും. 1, ആടിനും ഇടയിൽ ഞാൻ ന്യായം വിധിക്കും. 2, ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും ഇടയിൽ ഞാൻ ന്യായം വിധിക്കും. 3, തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ഞാൻ ന്യായം വിധിക്കും. ഇത് യജമാനനോട് മാത്രമല്ല വഴക്ക്, മെലിഞ്ഞ ആടിനോട് തടിച്ച ആടിന് വഴക്കുണ്ട്. മെലിഞ്ഞ ആടിനെ കിടക്കപ്രതി ഇല്ലാതെ വണ്ണം, ഇരുത്താതെ വണ്ണം തടിച്ച ആളുകൾ ശല്യപ്പെടുത്തുന്ന ചരിത്രം ബേഥേലിൽ ഉൾപ്പെടെ അവിടെ ഇവിടെയും കേട്ടിട്ടുണ്ട്. കുറഞ്ഞപക്ഷം ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാനെങ്കിലും പറയാറുണ്ട്. ഞാൻ ന്യായവിധിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വരും. പൗലോസ് അപ്പോസ്തലൻ്റെ ചരിത്രത്തിലേക്ക് വേഗത്തിലൊന്ന് വരാമെന്ന് താല്പര്യപ്പെടുന്നതിൻ്റെ കാരണം എന്തോ ആയിരിക്കും. വേണ്ടതുപോലെ മാനസാന്തരപ്പെടാഞ്ഞതാ. ഈ വേണ്ടതുപോലെ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ, പണ്ടൊരു കാലത്ത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഒന്നുകൂടെ ആവർത്തിക്കണമെന്ന് ഒരു സഹോദരനോട് പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ കിട്ടി. ഞാനത് ഇന്നലെ രാത്രിയിൽ എഴുതിയിടണമെന്ന് ഓർത്താൽ ഒത്തില്ല, പക്ഷെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ കിട്ടി. ഒരു അല്പസ്വല്പം മോഷ്ടിക്കുന്നവരാണ്, വലിയ മേജർ മോഷണമൊന്നുമില്ല. അയലോക്കത്തെ കോഴിയൊക്കെ പിടിച്ച് കറി വെക്കും. അവിടുത്തെ പോത്തിനെ തൊടത്തില്ല, പശുവിനെ പിടിച്ചിട്ടില്ല, അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. വീട് മുറിച്ച് മോഷണം ചെയ്യത്തില്ല, ചില്ലറപ്പാവി. അയൽവക്കത്തെ കോഴിയെ കണ്ടാൽ ഇയാൾക്ക് രുചി പിടിച്ചു, അതിനെ കൊന്ന് തിന്നുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ കട്ടുകൊണ്ട് വന്ന കോഴിയെ വളരെ പ്രത്യേകം കറി വെച്ച് കൊടുക്കും. നല്ല രുചിയാണ്, എങ്കിൽ മാത്രമേ അടുത്തതിനെ പിടിക്കത്തുള്ളല്ലോ. അതുകൊണ്ട് ഒരു ദിവസം ഏതോ ഒരു ഉണക്ക ഉപദേശിയുടെ പ്രസംഗത്തിൽ ഇയാൾ അങ്ങ് മാനസാന്തരപ്പെട്ടു. അയാളൊരു തീരുമാനമെടുത്തു, മേലാൽ കോഴിയെ മോഷ്ടിക്കത്തില്ല എന്ന്. പക്ഷേ 2 ദിവസമായപ്പോൾ വീട്ടിലാകപ്പാടെ കോഴിയിറച്ചി ഇല്ലാതെ, നല്ല കറിയില്ലാതെ വളരെ ബുദ്ധിമുട്ടായപ്പോൾ ഇയാളുടെ മൂത്ത മോൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനതിലെ ഒന്നിനെ കൊണ്ടുവരട്ടെ. ശരി, കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മയുടെ അനുവാദത്തോടെ അടുത്ത വീട്ടിലെ അടുത്ത കോഴിയെ കൊണ്ട് മോൻ വന്ന് ഇറച്ചിയുടെ മണമടിച്ചു. ഇയാൾ പറഞ്ഞതായിരുന്നു, മേലാൽ മോഷ്ടിച്ച കോഴിയുടെ ഇറച്ചി ഞാൻ തിന്നത്തില്ല, കോഴിയെ മോഷ്ടിക്കത്തില്ല, മോഷ്ടിച്ച കോഴിയുടെ ഇറച്ചി തിന്നത്തുമില്ല. ഭാര്യ മക്കൾക്കും അവർക്കും വിളമ്പി, ഇയാൾക്ക് വിളമ്പാതെ വന്നപ്പോൾ പറഞ്ഞു, അല്ലെൻ്റെ പ്രമാണത്തിനകത്ത് കോഴി കൂട്ടത്തില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കോഴിയുടെ ചാറ് കൂട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചാറ് മാത്രം എനിക്ക് ഇങ്ങോട്ട് ഒഴിച്ചേക്ക്. പിന്നെ ഒഴിക്കുന്ന കൂട്ടത്തിൽ സ്ട്രിക്റ്റായിട്ടൊന്നും വേണ്ട. അഥവാ 2 കഷണം നമ്മൾ എടുക്കാതെ തന്നെ ചാടി വരുന്നെങ്കിൽ പോരട്ടെ. ഞാൻ ഈ കോഴിയുടെ കഥ പറഞ്ഞപ്പോൾ വേറൊരു ചരിത്രം ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ഇതുപോലെ കോഴി മോഷ്ടിക്കുന്ന ഒരുത്തന് ഒരു പള്ളിയിൽ കുമ്പസാരത്തിന് പോയ കൂട്ടത്തിൽ, പള്ളി എന്നുള്ള പദം വിടപ്പ, ഉപദേശിയുടെ അടുക്കലെന്ന് പറ, കുമ്പസാരത്തിന് പോയ കൂട്ടത്തിൽ ഉപദേശിയോട് പറഞ്ഞു, ഉപദേശി ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കോഴിയെ പിടിച്ചു, അതിനെ കൊണ്ട് കറി വെച്ച് തിന്നു, നല്ല രുചിയായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി ഇപ്പം തോന്നുന്നു എന്ത് ചെയ്യണം? അപ്പോൾ ഉപദേശി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 1 രൂപ പിഴ ഇട്ടിരിക്കുന്നു, 1 രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞു. ഇയാൾ എടുത്ത കയ്യിൽ 2 രൂപ എടുത്ത് കൈ കൊടുത്തു. എടാ 1 രൂപ എന്നാ പറഞ്ഞു. അല്ല കുഴപ്പമില്ല, 1 കോഴിയും കൂടെ ഇവിടെ നിപ്പുണ്ട്, അതിനാ.
രണ്ടിൻ്റെയും കൂടെ ആയിക്കോട്ടെ, അഡ്വാൻസ് അങ്ങ് പേ ചെയ്യാനായിട്ടാണ്. മാനസാന്തരത്തിൻ്റെ ലെവൽ ഇതല്ല. മാനസാന്തരത്തിൻ്റെ ലെവൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ തടിച്ചയാടൊന്നുമില്ല, ആട്ടുകൊറ്റനുമില്ല, കോടാട്ടുകൊറ്റനുമില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലെ ആടുകളാണ്. നാം ദൈവത്തിൻ്റെ കയ്യിലെ ആടുകളാണ്. പൗലോസിൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് വേഗത്തിൽ പോയാൽ, ഇന്ന് രാവിലെ ഞാൻ ജനമയോട് പറഞ്ഞു പൗലോസിൻ്റെ ഹിസ്റ്ററി പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പ്രിപ്പയർഡാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എത്രയും പ്രായോഗികമാകുമെന്ന് ഒന്ന് തിരിച്ചാലോചിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുമ്പോൾ, താൻ എഫെസോസിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ എത്തുന്ന സാഹചര്യമാണ്. താൻ ദൈവരാജ്യത്തെക്കുറിച്ച്, പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. കണ്ട യഹൂദ പള്ളികളിലൊക്കെ പോകുമായിരുന്നു. വിശ്രമിക്കാതെ പള്ളിയിൽ വരുന്ന ആളുകളുണ്ട്. ഇവിടെയും വിശ്രമിക്കാതെ പള്ളിയിൽ വരുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ പ്രെയർ ടവറിനകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ചർച്ചിനകത്ത് 24 മണിക്കൂറും മീറ്റിങ്ങും, ആഴ്ചയിലെ 7 ദിവസവും മീറ്റിങ്ങും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. യഹൂദന്മാരുടെ ദേവാലയത്തിലും അതുണ്ടായിരുന്നു. പത്രോസ് അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോകും. യഹൂദൻ്റെ ദേവാലയത്തിനകത്ത് ആൾ കിട്ടാതെ വന്ന പത്രോസ് എന്നതിനെതിരെ പുഴവക്കത്ത് പോകും. അവിടെ കാണും വല്ല പണിയില്ലാത്ത സ്ത്രീകൾ വിരിപ്പുണ്ടെങ്കിൽ, നമ്മുടെ രക്താംബരം വിൽക്കുന്നതായ അമ്മച്ചി ഉൾപ്പെടെ, സഹോദരി ഉൾപ്പെടെ കുറേ പേരൊക്കെ അവിടെ വരാറുണ്ട്. അവരോട് ദൈവവചനം സംസാരിക്കും. നമ്മുടെ ലുദിയയുടെ കാര്യമാണ് ഞാൻ ഓർത്തത്. അവരോട് ദൈവവചനം സംസാരിക്കും. അങ്ങനെ ദൈവവചനം സംസാരിച്ചുകൊണ്ട് അനേകരെ സമ്മതിപ്പിച്ചു വന്നു. എന്നാൽ ഏതാണ്ട് 3 മാസം പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുൻപാകെ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ അവനവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് വഴക്ക് തുടങ്ങുന്നത്. ഇങ്ങനെ ദൈവവചനം എവിടെയെങ്കിലും പഠിപ്പിച്ചു തുടങ്ങിയാൽ, ഈ അനുഭവങ്ങളൊക്കെ കടന്നാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. ചെറുപ്പത്തിൽ എന്നെ കാണുന്നിടത്ത് ആളുകൾ പോയും വിളിച്ച് എന്നെ എതിരേക്കുമായിരുന്നു. ഉപദേശി വരുന്നിടോ എന്നും പറഞ്ഞ് എൻ്റെ സ്കൂളിൽ നിന്ന് എന്നെ വിളിക്കുമായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എന്നെ ഉപദേശിയാക്കിയതാണ്. അന്ന് മുതൽ ഞാൻ ഉപദേശിയാ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പിള്ളേർ വിളിക്കുന്നതാണ്. ഉപദേശം പറയാൻ ചെന്നാൽ അവർ കേൾക്കുമെന്നല്ല ഞാൻ പറഞ്ഞേ. ഞാൻ എന്നെ ഉപദേശിയായിട്ട് അവർ അംഗീകരിച്ചു. അന്ന് മുതൽ വിളിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ കയറിയപ്പോൾ ശൈലി മാറി. ഇപ്പോഴത്തെ എയർഫോഴ്സിൻ്റെ യൂണിഫോം വരെ മാറി. അപ്പോഴത്തെ ശൈലി എന്തോ പാറ്റേൺ എന്ന് എനിക്കറിയാൻ വയ്യ. ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ആദ്യമേ ഒരാളിലെ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്നത് കണ്ടാൽ ഒരാൾ പറയുക, ടിക്കറ്റ് എടുത്ത കൂട്ടത്തിൽ ഒരു പിക്ചറിൻ്റെ ടിക്കറ്റ് ഇന്ന് എക്സ്ട്രാ വന്നു, അപ്പോൾ ഇന്ന് നീ മീറ്റിങ്ങിന് പോകണ്ട, പിക്ചറിന് വരാൻ പറയും. പിന്നെ പോകുന്ന കൂട്ടത്തിൽ ഒരല്പം കള്ളും കൂടെ കുടിച്ചുകൊണ്ട് ഇതെല്ലാം എല്ലാം ഫ്രീ ആയിട്ട് കൂട്ടുകാർ ചെയ്തു തരും. ഇല്ല, ഞാൻ മീറ്റിങ്ങിന് പോകുന്നതേ ഉള്ളൂ, കള്ളു കുടിക്കാൻ വരുന്നില്ല, നിങ്ങളുടെ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് ഉപദേശിയാക്കും. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഉപദേശി എന്ന് വിളിക്കും. ഒരു 3 മാസം ഉപദേശം വിളിച്ചിട്ടും ഇവൻ മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവനെ അച്ഛനാക്കും. അങ്ങനെ എം എ വർഗീസ് ആദ്യമേ ഉപദേശി വർഗീസായിരുന്നു. ഒരു 3 മാസം 4 മാസം കഴിഞ്ഞതോടെ ഞാൻ അച്ഛൻ വർഗീസായി. അടുത്ത 2 വർഷം അവരെന്നെ അച്ഛൻ വർഗീസ് വിളിച്ചു. അത് ഒക്കാതെ വന്നപ്പോൾ അവരെന്നെ ബിഷപ്പ് വർഗീസാക്കി. ഒടുവിൽ ദൈവം സ്റ്റാറ്റസിൽ നിന്നാണ് ഞാൻ പിരിഞ്ഞു പോരുന്നത്. അവിടം വരെ സ്റ്റാറ്റസ് മാറ്റി. ഒരു കൂട്ടം ആളുകൾ എതിർക്കുന്നവരുണ്ട്. പൗലോസെ അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? ഇവന്മാർ എതിർത്തുടനെ പൗലോസ് ഒരു കാര്യം ചെയ്തു. പള്ളിയിലെ പഠിപ്പീരങ്ങ് നിർത്തിയേച്ച് തുറന്നോസിൻ്റെ പാഠശാലയിലോട്ട് ക്ലാസ് മാറ്റി. ശിഷ്യന്മാരെ 2ആയി തിരിച്ചു. വിശ്വസിക്കുന്നവരും പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരും ഒരു വിഭാഗത്തെ പള്ളി നിന്ന് പൊക്കിക്കൊണ്ട് അവരെയും കൊണ്ട് തുറന്നോസിൻ്റെ പാഠശാലയിലോട്ട് പോയി അവിടെ നിന്ന് പഠിപ്പീര് തുടങ്ങി. ആ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാൻ പോകുകയാണ്. അങ്ങനെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം, ഇത് വലിയ പ്രത്യേകതയാണ്. ദേവാലയത്തിൽ 3 മാസം ക്ലാസ് എടുത്തപ്പോൾ എങ്ങും കാണാത്ത വലിയൊരു കാര്യം ഇപ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിൽ ഉണ്ടായി. കാര്യം അവിടെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, എന്നുമെന്നും തർക്കുത്തരങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. പക്ഷെ തുറന്നോസിൻ്റെ പാഠശാലയിൽ വന്നപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, തർക്കുത്തരങ്ങളില്ല. അവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരിയും കൂടെ കോൺസെൻട്രേഷനായി, ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ബന്ധപ്പെട്ടു. അന്നേരത്ത് അസാമാന്യമായ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. പൗലോസിൻ്റെ ഉത്തരീയങ്ങൾ പെറുക്കിക്കൊണ്ട്, പൗലോസിൻ്റെ തോളിൽ കിടക്കുന്ന തോർത്ത് പെറുക്കിക്കൊണ്ട്, പൗലോസിൻ്റെ തോളിൽ കിടക്കുന്ന ഷോൾ എടുത്തുകൊണ്ട്, തണ്ടമുണ്ടെന്നാണ് അതിനെ മലയാളത്തിൽ വിളിക്കുന്നത്, ആളുകൾ പിടിച്ചുപറിയായി ഇതും കൊണ്ട് രോഗികളുടെ മേലിടാൻ. ഇന്ന് രാത്രി ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവ മക്കൾ അറിഞ്ഞു, ഈ കൃപാവരങ്ങൾ മുഴുവനും ബേഥേലിൽ മടങ്ങി വന്നേ പറ്റൂ.
ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തവരാണ്. തിരുവചനം ഇത് പ്രാക്ടീസ് ചെയ്തതാണ്. ത്രോണോസിൻ്റെ പാഠശാലയിലെ പഠന സമയത്ത് തൻ്റെ കൈകൊണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് തൻ്റെ കൈകൊണ്ട് അസാമാന്യ വീര്യപ്രവർത്തികൾ നടന്നു. എന്തുകൊണ്ട് അസാമാന്യമായ വീര്യപ്രവർത്തികൾ പള്ളിയിൽ നടക്കാതെ ഇവിടെ നടന്നു? ഇവിടെ വിശ്വസിക്കുന്നവരുടെ സമൂഹം മാത്രമായി. പള്ളിയിൽ അതല്ലായിരുന്നു. ഇറ്റ് വാസ് എ മിക്സർ. എല്ലാം കൂടെ ഒരു വല്ലാത്ത കോൺഗ്രിഗേഷൻ ആയിരുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. 10-ാമത്തെ വാക്യത്തിൽ അത് 2 സംവത്സരത്തോളം നടക്കയിൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. ആ നാട് മുഴുവനും ദൈവവചനം പരന്നു. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവവചനം പറയുമ്പോൾ ലക്ഷങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഹാർവെസ്റ്റ് ടെലിവിഷനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ലക്ഷങ്ങൾ കേൾക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്ന് ലഭ്യമാണ്. ദൈവവചനം അതിൻ്റെ ആഴത്തിൽ പഠിപ്പിക്കുവാൻ, ദൈവവചനത്തിൻ്റെ ആഴത്തിൽ ഗ്രഹിക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ വചനമെന്ന മായമില്ലാത്ത പാല് കൊടുക്കണമെന്നുള്ളതാണ് ഒരു പഠിപ്പീര്. കട്ടിയായ ഉപദേശങ്ങൾ പലയിടത്തും ഞാൻ പറഞ്ഞപ്പോൾ എനിക്കെതിരെ നാമധേയ സഭകളിൽ നിന്ന് ഉയർന്ന വല്ലാത്ത ഒരു ആരോപണമായിരുന്നു, ഇവൻ വചനമെന്ന മായമില്ലാത്ത പാലല്ല കൊടുക്കുന്നത്, വേറെ ഏതാണ്ടൊക്കെയാണ്. ഞാനതിന് തിരിച്ചൊരു മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പാല് മാത്രം കുടിച്ച് പിത്തശൂല മാറാത്ത മലയാളി ക്രിസ്ത്യാനികളെ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പഠിപ്പിച്ചേ പറ്റൂ. അതാ ഞങ്ങളുടെ ജോലി. ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ഒരു ദൈവിക പ്രയോഗം ഞങ്ങളുടെ മേലുണ്ട്. അതിനകത്തേക്ക് വന്നേ മതിയാവൂ. പൗലോസ് ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ആഴത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പഠിപ്പീരിൻ്റെ ആഴത്തിലേക്ക് കടന്നപ്പോൾ കൃപാവരങ്ങളുടെ ആഴം തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഉപരിപ്ലവമായ ചിലതിൽ മാത്രം നിന്നാൽ അവിടം കൊണ്ട് ഒതുങ്ങിപ്പോകും. എന്നാൽ തൊറന്നോസിൻ്റെ പാഠശാലയിൽ പഠിപ്പിക്കുവാനിരുന്നതോടെ തൻ്റെ സ്വാതന്ത്ര്യമായി 2 വർഷം കൊണ്ട് 1 ദൈവവചനം നാട് മുഴുവനും പരന്നു, 2 അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. 11-ാമത്തെ വാക്യത്തിൽ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോകുകയും ചെയ്തു. നസ്രയനാകുന്ന യേശുവിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ആ നാമം ഓർപ്പിച്ചുകൊണ്ട് ഉത്തരീയങ്ങൾ കൊണ്ടിടുന്ന രോഗികൾ സൗഖ്യമാകുമാറ്, നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാകുമാറ്, തൊടുന്ന രോഗികൾ സൗഖ്യമാകുമാറ്, വേണ്ട നോക്കുന്ന രോഗികൾ സൗഖ്യമാകുമാറ് ഒരു ദൈവപ്രവൃത്തി ബേഥേലിലെ ശുശ്രൂഷകന്മാരിലൂടെ ദൈവം ഈ ദിവസങ്ങൾ തരട്ടെ. 20-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു പദമുണ്ട്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നുവല്ലോ. അതിൻ്റെ കാരണം 20-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും തെറ്റിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾ ആരെങ്കിലും 29-ാമത്തെ വാക്യം 28, 29 അവിടെ കണ്ട, നിങ്ങൾ തെറ്റിപ്പോയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. കാരണം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞാൻ തിരുവചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നാം തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, പൗലോസ് 1 കാരാഗ്രഹവാസം ചെയ്തിരുന്ന കാലം, വാടകയ്ക്കെടുത്ത വീട്ടിൽ താമസിക്കുവാൻ അനുവാദം കിട്ടി. തന്നെ അടുക്കൽ വരുന്ന സകലരെയും പ്രാഗൽഭ്യത്തോടെ കൈക്കൊണ്ട് അവരോട് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 2 വിശുദ്ധന്മാരുടെ വീടുകൾ വിസിറ്റ് ചെയ്ത് ഓരോരുത്തരോടും ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നു. ലൊല്ലാഡ്സ് എന്ന പേരിനാൽ അറിയപ്പെട്ടിരുന്ന ജോൺ വൈക്ലിഫ് എന്ന കർത്താവിൻ്റെ ദാസൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഇവിടെ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോൺ വൈക്ലിഫ് എന്ന കർത്താവിൻ്റെ ദാസൻ എന്ന കത്തോലിക്ക അച്ഛൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാനമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം തനിക്ക് കൊടുത്തതൊരു സുവിശേഷകൻ്റെ സ്ഥാനവും സ്റ്റാറ്റസുമാണ്. ഒരു തികഞ്ഞ ദൈവപൈതലായിരുന്നു. ആ അച്ഛന് പകൽ സമയങ്ങളിൽ റോഡറമ്പിൽ നിന്നുകൊണ്ട് ദൈവവചനം തുറന്ന് വായിക്കുമായിരുന്നു. മറക്കരുത്, ബൈബിൾ എഴുതുവാനും വായിക്കുവാനും അനുവാദമില്ലാതിരുന്ന ആ കാലത്ത് ബൈബിൾ തുറന്ന് വായിക്കുമായിരുന്നു. ചിലരൊക്കെ ബൈബിളിൻ്റെ മുമ്പിൽ ഗൗരവമായിട്ട് ശ്രദ്ധയോടെ നിന്ന് കേൾക്കുമായിരുന്നു. ഇതിനോട് ഭക്തി ഇല്ലാത്തവരും കേൾക്കാൻ വരും. അറിയാമോ, ഗംഗാനഗറിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മേളിലാണല്ലോ ഒരു ചർച്ച ഉള്ളത്. പൊന്നെ അവിടെ നിൽക്കണം. എനിക്കൊന്ന് ഇവിടെ മെയിൻ റോഡിൽ ഇറങ്ങി എന്നാലും കാണാമായിരിക്കാം. നടന്നു പോകുന്നവൻ നടന്നവിടെ വരുമ്പോൾ വെട്ടം പോത്ത് നിൽക്കുന്ന പോലെ അവിടെ നിൽക്കും. നിന്ന് ചർച്ചിലോട്ട് തിരിഞ്ഞ് അതിൻ്റെ ഞാൻ ഉടങ്ങണമുണ്ട് ജനലിന് മറഞ്ഞു നിൽക്കും. ഒരു കുരിശും വരച്ച് തൊഴുതേച്ചേ പോകത്തുള്ളൂ. എന്നോട് ഭക്തി ഉണ്ടായിട്ടില്ല, ഞാനോട് ഉണ്ടെന്ന് അയാൾ കാണിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നത്. ആ പള്ളിയുടെ പെയിൻറ്റിനോടുള്ള ആദരവാണ്. പെയിൻറ്റേ കാണത്തുള്ളൂ, വേറൊന്നും കാണത്തില്ല. പള്ളിയുടെ പെയിൻറ്റിനോടുള്ള ആദരവാണ് അയാൾ കാണിക്കുന്നത്. പക്ഷെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പഠിപ്പിച്ചു തുടങ്ങിയാൽ
ആഴത്തിലോട്ട് അറിഞ്ഞാൽ അതിൻ്റെ ബലം വെളിയിൽ വരാൻ തുടങ്ങും. അവിടെയാണ് പൗലോസിൻ്റെ കയ്യാൽ വലിയ അത്ഭുതങ്ങൾ നടന്നത്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ വീടുകൾ വിസിറ്റ് ചെയ്ത്, വീടാന്തരം, അതാ മലയാളത്തിൽ ഉപയോഗിക്കുന്ന നല്ല പദം, വീടാന്തരം നടന്ന് വിസിറ്റ് ചെയ്യുകയും തൻ്റെ വീട്ടിലേക്ക് വന്നവരെ കൈക്കൊണ്ട് അവരോട് സുവിശേഷം പറയുകയും ചെയ്ത് ഓരോ വിശ്വാസിയെക്കുറിച്ചും പൗലോസിന് അറിയാമായിരുന്നു. ഈ ബീങ് എ സീനിയർ മോസ്റ്റ് അപ്പോസ്റ്റോൾ, തൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ഓരോ വിശ്വാസിയെക്കുറിച്ചും അറിയാമായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയൊക്കെ ഒത്തിരി കുറഞ്ഞതുകൊണ്ട് ഇന്ന ലെവലില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഈ സഭയ്ക്ക് അതുണ്ട്. അതിനാണ് നമ്മുടെ ഏരിയയിലുള്ള ഏരിയ ലീഡേഴ്സ് മുഖേന സഭയ്ക്ക് എല്ലാവരുമായി കോണ്ടാക്റ്റ് ഉണ്ട്, അവരുമായി ബന്ധപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 20:29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. എനിക്കതിനകത്ത് 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കണമെന്ന് താല്പര്യമുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാനായി വായിക്കുന്നുമില്ല, അതേസമയം നിങ്ങളാരെങ്കിലും ഒന്ന് വായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് വായിക്കേണ്ടത്. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു വന്ന പലതിൻ്റെയും തെളിവുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ശുശ്രൂഷകന്മാർ എന്തൊക്കെ കരുതിയിരിക്കണം. ഞാൻ പറയുന്ന അപ്പോസ്തലനെ പൗലോസിനെ കുറിച്ച് വൺ അമംഗ് ദ സീനിയർ മോസ്റ്റ് അപ്പോസ്തോൽ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഘടകങ്ങൾ അതായിരുന്നെങ്കിൽ ഓരോ വീടുകളിലുള്ള സഹോദരന്മാർ സഹോദരിമാർ അയൽവക്കക്കാർക്കൊരു ഭാരമായി മാറരുതേ. അത് വായിക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകൂടെ പറയാം. ചില ആളുകൾ വിസിറ്റേഴ്സിനെ ഇഷ്ടപ്പെടാറില്ല. കാര്യം വിസിറ്റർ എന്ന സമയം കൊല്ലും. അവനവൻ്റെ കാര്യം കഴിഞ്ഞിച്ച് പോകാതെ ചില വിസിറ്റേഴ്സ് ചെന്നാൽ വീട്ടിലിരുന്ന് അവിടുത്തെ പത്രവും എടുത്ത് വായിച്ച്, അവിടെ കിടക്കുന്ന പഴയ പുസ്തകവും എടുത്ത് വായിച്ച്, ഒടുവിൽ ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ രുചി എങ്ങനെയാണ്, അതിന് എന്നാ വിലയായി, എവിടെ കിട്ടും, അറിയണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല, ഒരുപാടൊക്കെ ചോദിച്ച് അയാളുടെ സമയവും കളഞ്ഞ് കാശും കളഞ്ഞ് ഉള്ളതെല്ലാം കളഞ്ഞേച്ച് പോകുന്നത് കൊണ്ട് പലരും വിസിറ്റ് ചെയ്യുന്നത് പലർക്കും താല്പര്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുനാമം വഹിച്ചുകൊണ്ട് മാന്യവും ഡീസൻറ്റുമായി ഒരു വീട് വിസിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഒന്നാമത്തെ കാലെടുത്ത് ചവിട്ടി ഈ വീടിന് സമാധാനം എന്ന് പറയുമ്പോൾ ആ വീടത് അനുഭവിക്കും. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്താൽ ആ ഭവനം നിറയപ്പെടും. ചിലരെ കൂടെ കർത്താവിങ്കിലേക്ക് നേടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. ഇത് പൗലോസിന് കഴിഞ്ഞത് തെളിയിക്കേണ്ടതിന് വേണ്ടി 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ദയവായി നിർത്തി വായിച്ചാട്ടെ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഒരു ദൃഷ്ടാന്തം ദൈവസഭയുടെ മുമ്പിൽ കാഴ്ചവെച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോരുത്തരും ആലോചന കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ വാക്യങ്ങൾ വിശദീകരിക്കുവാൻ എൻ്റെ അനുഭവമായി തട്ടിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ചർച്ചിൻ്റെ ആരംഭകാലങ്ങളിൽ അർഹിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ സഭയെ കൊണ്ട് കഴിയത്തില്ല. 10,000 രൂപ ഇവിടെ കാണും, അല്ലെങ്കിൽ 1000 രൂപ ഇവിടെ കാണും. 5 രൂപ വീതം അർഹിക്കുന്ന 200 പേർക്ക് അത് കൊടുക്കാൻ കഴിയും ഒരു കണക്കിൽ നോക്കിയാൽ. പക്ഷെ ഏത് 200 പേർക്കാണ് കൊടുക്കേണ്ടത്? അതിനേക്കാൾ കൂടുതൽ ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് ചർച്ച് കമ്മിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് സ്ക്രൂട്ടണിയായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് സ്ക്രൂട്ടണി ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്തേ ഒക്കൂ, കാര്യം അല്ലെങ്കിൽ പിന്നെ അതിനെ കമ്മിറ്റി എന്ന് വിളിച്ചിട്ട് അർത്ഥമില്ല. അങ്ങനെ സ്ട്രിക്റ്റായി എടുക്കുമ്പോൾ അർഹിക്കുന്ന ചിലർ, എമർജൻസിയായി അർഹിക്കുന്ന ചിലർ പട്ടികയിൽ വരാതെ പോകും. അപ്പോൾ കമ്മിറ്റിക്കാർ എൻ്റെ മുഖത്ത് നോക്കും, പാസ്റ്റർ എങ്ങനെയാണ്? ഞാൻ അവരോട് പറയാറുള്ളൊരു പദമുണ്ട്, വരുന്ന മാസം എനിക്ക് കുവൈറ്റിനൊരു യാത്രയുണ്ട്, പോയി എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കൈ കിട്ടിയാൽ ഞാനങ്ങ് തന്നോളാം, ആളിനൊന്ന് കൂടെ.
വരുന്നതിൻ്റെ പിന്നത്തെ മാസം എനിക്ക് ബഹ്റിനിലേക്കൊരു യാത്രയുണ്ട്. എന്തെങ്കിലും കൈ കിട്ടിയാൽ ഞാനങ്ങ് തന്നോളാം ആളിന് കൊട്. 4-5 മാസം കഴിയുമ്പോൾ ഞാൻ അമേരിക്കയ്ക്ക് ഒന്ന് പോകുന്നുണ്ട്. എന്തെങ്കിലും കിട്ടും, ഞാൻ നിശ്ചയമായും തന്നു തീർത്തോളാം, അതങ്ങ് കൊട്. ഇന്ത്യയിലും ചില സഭകളുണ്ട്, കൺവെൻഷൻ വിളിച്ചാൽ മാന്യമായി അവർ യാത്ര അയക്കും. എല്ലാവരും അല്ല. മാന്യമായി യാത്ര അയക്കുന്ന ഒരു സഭയിൽ എന്നെ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന ആഴ്ച പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ കടം വീട്ടാം. കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവരുടെ മുട്ടിന് കൊടുക്കുവാൻ കൃപയാൽ കർത്താവ് എനിക്ക് പദവി തന്നു. ഞാൻ ഈ വേദപുസ്തകം എൻ്റെ ഈ അന്ത്യസമയങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രായമായ സമയത്ത് എടുത്ത് വായിക്കുകയും അതിനകത്തെ ഗൗരവം നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കാം. ശബ്ദത്തിൻ്റെ കുറവ് കൊണ്ട് ഇന്നലെ രാവിലെ വരെ സംസാരിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന എന്നെ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ സൗഖ്യമാക്കി. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ രാത്രിയിൽ സൗഖ്യമാക്കി. ഇന്ന് കാണുന്ന അളവ് വരെ ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇന്നലത്തെ രാവിലത്തെ മീറ്റിംഗ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ കുറച്ച് ഉപ്പൊക്കെ പ്രാർത്ഥിച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊടുത്തയച്ചിരുന്നു. എൻ്റെ കയ്യിലും ഇച്ചിരി മിച്ചമുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പയിൽ ഒരു അല്പം എടുത്തേച്ച് പറഞ്ഞു, കർത്താവേ, അനേകരുടെ ശാപങ്ങൾ പൊട്ടുവാനും അനേകരുടെ ബന്ധനങ്ങൾ അഴിയുവാനും തിരുവചനപ്രകാരം ഈ ഉപ്പ് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിത് വിശ്വസിക്കുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ്. അന്ന് വിശുദ്ധന്മാരുടെ കൈവെപ്പിനാൽ ഞാൻ പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ടുപോകാനായിരുന്നു പലരും താല്പര്യപ്പെടുന്നത്. പക്ഷെ സഭ പ്രാർത്ഥിച്ച ഉപ്പായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ വിശുദ്ധന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഉപ്പ് ഒരല്പമുണ്ട്. എനിക്ക് ശുശ്രൂഷിച്ചേ പറ്റൂ, കാര്യം അങ്ങനെ ഇവിടെ ആക്കിയതുകൊണ്ട്. അതുകൊണ്ട് ഇന്നലെ ശനിയാഴ്ച രാവിലെ ശുശ്രൂഷിക്കാൻ എൻ്റെ തൊണ്ട തുറന്നു തരണം. ഞാൻ ഇവിടെ വന്ന് കയറുന്ന സമയത്ത് എനിക്ക് സംസാരിക്കത്തില്ലായിരുന്നു. ഒരല്പം എടുത്ത് കഴിച്ചു വെച്ചാൽ ഞാൻ പോരുന്നത്. കൃപയാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് സൗണ്ടിൻ്റെ പ്രയാസം മനസ്സിലാകാത്തതുപോലെ എൻ്റെ ടോണല്ല, ഞാൻ പറഞ്ഞ ടോൺ മാറിപ്പോയി, നിശ്ചയമായിട്ടും മാറി. എന്നാൽ ഫ്രീക്വൻസി മാറി. എന്നാൽ ശബ്ദം എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ഇന്ന് രാവിലെ ആക്കി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. സഭയ്ക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. സഭയ്ക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. പൗലോസ് തൻ്റെ ജീവിതത്തിൽ പറഞ്ഞു, എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചാൽ മറ്റുള്ളവരുടെ മുട്ടു തീർത്തു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനങ്ങ് പോകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആളാം പ്രതി ഉപദേശം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരും. അവർ വിപരീത ഉപദേശങ്ങൾ പറഞ്ഞു തരും. എന്തിനു വേണ്ടിയാണ് ഈ വിപരീത ഉപദേശങ്ങൾ പറയുന്നതെന്ന് അറിയാമോ? നീ പറയുന്നത് പോലെ സ്ട്രിക്റ്റായിട്ട് ജീവിച്ചിട്ട് അർത്ഥമില്ലെന്നും, ഞാൻ പറയുന്നത് പോലെ ഫ്രീ ആയി നടന്നു, നരകത്തിൽ പൊക്കമെന്നുള്ള പദം പരസ്യമായി പറയത്തില്ല, ഞാൻ നടക്കുന്നത് പോലെ ഫ്രീ ആയി നടന്ന് ഞാൻ പോകുന്ന നരകത്തിൽ നീയും പോരെന്നാണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തത്. ഇതിനകത്ത് ഫില്ലിൻ്റെ ബ്ലാങ്ക് ഒരുപാടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ യു ക്യാൻ ബി ഫ്രീ, യു ക്യാൻ ബി ലിബറേറ്റഡ് എന്ന് പറഞ്ഞ് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നതിൻ്റെ കാരണം പലരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനാണ്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയേണ്ടതിന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. എവിടെ നിന്നാ? അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഇതിനകത്ത് കലക്കുന്ന ചിലരുണ്ട്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ എക്സ്റ്റെൻഡിൽ ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സഭയെ കുറിക്കുന്ന നിരൂപണ ലേഖനങ്ങൾ സാത്താന് മറ്റു വലിയ പണിയൊന്നുമില്ല. ഈ സാഹിത്യത്തെക്കുറിച്ച് മൊത്തത്തിൽ പറയാറുള്ള ഒരു പദമുണ്ട്. സാഹിത്യത്തെക്കുറിച്ചും സാഹിത്യകാരന്മാരെക്കുറിച്ചും. മറ്റൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ 1-2 മണിക്കൂർ കൊല്ലാനല്ലാതെ വേറെ എന്തിനിത് ഉപയോഗിക്കുമെന്ന് ഈ പദം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. സഹൃദയൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കേണ്ടതിന് ഇതുണ്ട്. പക്ഷെ ഒരു ആത്മീയൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കേണ്ടതിന് ആത്മീയ കാര്യങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ജഡീകനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ചെയ്യാനില്ലാതെ ഒരു സമയം ഉണ്ടായാൽ അന്നേരത്ത് 2 മണിക്കൂർ കൊല്ലാനല്ലാതെ ഇത് എന്തിനുപയോഗിക്കാം? അത് സഭയ്ക്കെതിരെ ആയാലോ എന്ന് ഒരു ചിന്തയുണ്ട്. അങ്ങനെ ദൈവസഭകൾക്കെതിരെ നിരൂപണ ലേഖനങ്ങൾ എഴുതുന്ന ലേഖനങ്ങളുടെ ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യുന്ന പാപികൾ നമ്മുടെ ഇടയിലുണ്ടെന്നറിയാമോ? പാപികളെന്നുള്ള പ്രസ്താവന തെറ്റിപ്പോയെങ്കിൽ മഹാപാപികളെന്ന് തിരുത്താം. നമ്മുടെ ഇടയിലുണ്ടെന്നറിയാമോ? നമ്മുടെ ഇടയിലെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് വെളിയിലും കേൾക്കുന്നുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ നമുക്കുണ്ടല്ലോ. അങ്ങനല്ലേ യേശു പറഞ്ഞ്. മഹാപാപികൾ ധാരാളം ഉണ്ട്. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ലെന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഇനിയും എസെക്കിയേൽ 34-ന്റെ 21-22 ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുന്നുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെ ഒക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. അവ ഇനി നിങ്ങൾക്കിരയായി തീരുകയില്ല.
ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. ഇതിനെ തുടർന്നൊരു ആത്മീക ശുശ്രൂഷയിലേക്ക് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിനുള്ള സമയം ഇന്ന് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഒന്ന് എഴുതിയിട്ടു, വായിക്കേണ്ടവർ വായിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് പറവാനുണ്ട്. നിങ്ങൾ ഉപവാസം എന്ന് പറയുന്നത് ഏതിനെയാണ്? ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കേണ്ടതിനോ. നമുക്ക് നമ്മുടെ ചർച്ചിനകത്ത് ഒരു ബ്രദർ ഉണ്ടായിരുന്നു പണ്ട്. ആരാണ്ടൊരു പുള്ളി ഒരു പ്രബോധനം പറഞ്ഞ കൂട്ടത്തിൽ സുനിൽ പാസ്റ്റർക്ക് ഓർമ്മ വരും. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാവുന്നവർ വേറെയും കണ്ടേക്കാം. ആരും ഒരിക്കലും ഒരു പ്രബോധനം പറഞ്ഞ കൂട്ടത്തിൽ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞ പ്രബോധനം എന്തുവാ? പോട്ടപ്പുല്ലിനെ കുറിച്ചാണ്. ഓടയെക്കുറിച്ചാണ്. നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? ഞാൻ ഇന്ന് വായിച്ച വാക്യമാണ്, കാറ്റിനാൽ ഒലിയുന്ന ഓടയോ. എന്നിട്ട് ആ മനുഷ്യൻ്റെ പ്രബോധനം മുറുകി ഓട എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പുള്ളിക്കാരൻ പറഞ്ഞു പോട്ടപ്പുല്ലിനെയാണ് ഓട എന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് 15 മിനിറ്റ് അദ്ദേഹം പ്രബോധനം പറഞ്ഞു. തീർന്നപ്പം ഇരുന്നു. വേറൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു, പോട്ടപ്പുല്ലാണ് എന്ന്. പിറ്റേന്ന് മീറ്റിങ്ങിന് ഞങ്ങൾ വരുമ്പോൾ ഒരു മഹാൻ ഡിക്ഷണറിയുമായിട്ട് വന്ന് പാടിക്ക നിൽക്കുക. അവനെ ഇഞ്ഞ് പിടിച്ചു. എന്തു പറ്റി? പോട്ടപ്പുല്ലിൻ്റെ അർത്ഥം കാണിരടാ, ഞാങ്ങണ്ണയുടെ അർത്ഥം കാണിരടാ. പൊട്ടത്തരം എന്തിനടാ ചർച്ച വിളിച്ച് പറഞ്ഞത് മഹാപൊട്ടനാ. ഈ വാദിക്കുന്ന പുള്ളി വെറും പൊട്ടനോ? പൊട്ടന്മാർ തമ്മിലെ തല്ല് കാണാനാണോ നമ്മൾ വന്ന് നിൽക്കുന്നത്? ഇവിടെ ദൈവകൃപയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരാ ബാക്കിയുള്ളവർ. നിങ്ങൾ ദീനം പിടിച്ചവയെ ചെതറിച്ചു, നിങ്ങളുടെ തോളുകൊണ്ട് പാർശ്വം കൊണ്ട് വരെ തള്ളി. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പാർശ്വം കൊണ്ട് വരെ തള്ളി എൻ്റെ ആടിനെ എന്നിൽ നിന്ന് അകറ്റി. 2, നിങ്ങൾ നല്ല ആഹാരം തിന്നു. നല്ല ആഹാരം തിന്ന ശേഷം ആ ആഹാരത്തിൻ്റെ നടുവിൽ നിന്ന്, പുല്ലിൻ്റെ നടുവിൽ നിന്ന് കൈവച്ച് മാന്തി മിച്ചം വന്ന പച്ചപ്പുല്ലിൻ്റെ മേൽ മണ്ണ് മാന്തിയിട്ടു. നിങ്ങൾ നല്ല ശുദ്ധജലം കുടിച്ചു. ആ വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തു. ആ വെള്ളം കലക്കി, നിങ്ങളുടെ കാലുകൊണ്ട് കലക്കി. നിങ്ങൾ വൃത്തികേടാക്കിയ ഭക്ഷണവും നിങ്ങൾ വൃത്തികേടാക്കിയ പാനീയവുമാണോ എൻ്റെ ആടുകൾ കുടിക്കേണ്ടത്? എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അതിന് മൈക്ക് സെറ്റ് ചെയ്യാൻ പോയി. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പാട്ട് പാടുന്നത് കേട്ടു. ഈ പഴയ പാട്ടിനെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്തു. പണ്ട് പെന്തക്കോസ്തുകാരെ രംഗത്ത് വരുന്നതിന് മുമ്പേ മാർത്തോമയിലെ ഉണർവ് വിഭാഗങ്ങളായിരുന്നു ഈ നല്ല പാട്ടുകളൊക്കെ പാടിയിരുന്നത്. അന്ന് സകല പാട്ടിനും ബദൽ പാട്ട് നാട്ടുകാരുണ്ടാക്കി. സകല പാട്ടിനും സകലമെന്നല്ല, കോമൺലി ഉപയോഗിച്ച ഹിറ്റായ പാട്ടുകൾക്കെല്ലാം എതിരെ ബദൽ പാട്ടുകൾ ഉണ്ടാക്കി. ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പുറത്ത് നിന്ന് ഈ പാട്ട് പാടുമ്പോൾ അപ്പുറത്തുനിന്ന് ആ പാട്ട് പാടി കളിയാക്കുമായിരുന്നു. ഒരു കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ ഒരിടത്ത് ഇവിടെ നിന്ന് ഒരു പദം പറഞ്ഞോട്ടെ, ഞാൻ മുന്നേ മാറി എന്ന് പറയാം. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയാഗ്നിയെ കത്തിക്കുക എന്നൊരു പാട്ടുണ്ട്. മാമ്മനുപദേശിയുടെ പാട്ടാണ്. മാമ്മനുപദേശി ഒരു സൈഡിൽ നിന്ന് തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക എന്ന് പാടുമ്പോൾ അതേ റോഡിൻ്റെ മറു സൈഡിൽ ഒരു കോളാമ്പിയും പിടിച്ചുകൊണ്ട് തീ കത്തിക്ക, തീ കത്തിക്ക, മാമ്മൻ്റെ മീശയ്ക്ക് തീ കത്തിക്ക എന്ന് മറുവശത്തുനിന്ന് പാടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഒരുപാട് പാട്ടുകൾക്ക് ബദൽ പാട്ടുണ്ടാക്കി പാടി. അന്യഭാഷ പറഞ്ഞവരെ ബദൽ അന്യഭാഷ പറഞ്ഞ് കളിയാക്കി. കുറച്ചുകൂടെ കാലം പോയി ആത്മവിവശതയെ ഉന്തി വീഴ്ത്ത് എന്ന് വിളിച്ചു. നിങ്ങൾ നല്ലത് തിന്ന ശേഷം മിച്ചം വന്നവയുടെ മേൽ നിങ്ങൾ മണ്ണ് മാന്തിയിട്ട് എൻ്റെ ആടുകൾ നിന്റെ മണ്ണ് തിന്നണോ? ആകയാൽ ഞാൻ ആടിനും ഇടയിൽ ന്യായം വിധിക്കും. ഇതിനകത്ത് കൂടുതൽ പ്രാധാന്യം എടുക്കുന്നത് ആട്ടുകൊറ്റന്മാരാ. ഞാൻ ആട്ടുകൊറ്റന്മാരെ വിടത്തില്ല, ആട്ടുകൊറ്റന്മാർക്ക് മധ്യേ ന്യായം വിധിക്കും. പാർശ്വം കൊണ്ട് തള്ളി പലതിനെ പുറത്താക്കി. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നടന്ന ഒരു പെന്തക്കോസ്റ്റൽ കൺവെൻഷനിൽ ഇവിടുത്തെ കർത്തൃദാസന്മാർ പോയി ഈ കാര്യം നമുക്ക് നോട്ടീസ് കിട്ടി. അവർ നമുക്ക് നോട്ടീസ് തന്നു. നമ്മളവിടെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ തണ്ട് ഒരു പുള്ളിയും അവനെ എന്നെ പേരിൽ വിളിക്കണോ നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ ഒരു പേരും വിളിക്കുന്നില്ല, വിട്ടിരിക്കുന്നു. ഒരു പുള്ളി പരസ്യമായി അവിടെ നിന്ന് പ്രസംഗിച്ചതാണ്. യേശു വന്നിച്ചു പോയി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എം എ വർഗീസ്. അപ്പം നമ്മുടെ ഈ ചർച്ചിലുള്ള ശുശ്രൂഷകന്മാരിൽ ഒരാളാണ്. പുള്ളി പറഞ്ഞിട്ട് ഇതെന്തൊരു കളി, യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക ഇവിടെ പറയാം. ഒടുവിൽ അയാളോട് നേരിട്ട് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. ഇതിനെ തെരഞ്ഞു പെറുക്കി കൺവെൻഷൻ നടത്താൻ വിളിച്ചിരിക്കുക. നിങ്ങൾ പാർശ്വം കൊണ്ട് തള്ളി കഴിയുമെങ്കിൽ എൻ്റെ ആടുകളെ പുറത്തെടുക്കുവാൻ ഞാൻ ആടിനും മധ്യേ കോലാടിനും ഇടയിൽ ന്യായം വിധിക്കും.
കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നതിൻ്റെ കാരണം എന്തുവാ? ഒന്നാമത്തെ ലേഖനം പൗലോസ് എഴുതി, അതിന് പൗലോസ് അവിടുന്ന് പോയതിനെ തുടർന്ന് സാമ്പത്തികമുള്ള ഒരു സ്ഥലമാണ് കൊരിന്താണ്. അന്ന് ഉള്ളതിലെ സാമ്പത്തികമുള്ള സ്ഥലങ്ങളിൽ ഒന്ന്. കൊരിന്ത് മാത്രമല്ല, കൊരിന്ത് നല്ല സാമ്പത്തികമുള്ള ഒരു സ്ഥലമാണ്. അതിനകത്തെ ഉപദേശിയാകാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഇന്നും അങ്ങനെയാണെന്നാണ് പറയുന്നത്. കൊരിന്തിലെ ഉപദേശിയാകണമെന്നാണ് പലരുടെയും താല്പര്യം ഇന്നും. അതിന് പൗലോസിനെ അവർ അംഗീകരിച്ചതുകൊണ്ട് പൗലോസിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ഉപദേശം പഠിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. പൗലോസിനെ കുറിച്ച് ഒരു 20ഓളം കംപ്ലൈൻറ്റുകളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ഇവൻ മൊട്ടത്തലേന, പേഴ്സണാലിറ്റി ഇല്ല, അല്ലെ കറുത്തതാ, അല്ലെ പല്ലുന്തിയതാ, പേഴ്സണാലിറ്റി ഇല്ല. 2, അവന് കണ്ണിന് കാഴ്ചയില്ല, വായിക്കാൻ ശരിയാകത്തില്ല. 3, അവൻ്റെ പ്രസംഗത്തിന് ഒരു ചാതുര്യമില്ല, എഴുതാൻ മിടുക്കനാണെങ്കിലും പ്രസംഗിക്കാൻ മോശമാണ്. 4, വാക്ക് പാലിക്കാത്തവനാ. 5, ന്യായപ്രമാണം അറിയാൻ വയ്യാത്തവന്. എന്നിങ്ങനെ ശുദ്ധ കള്ളത്തരങ്ങൾ തന്നെ ഒരു 10-20 കൂട്ടം അങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് സാധിക്കുന്നത് എന്താണ്? ചർച്ചിനകത്തൊരു കലഹമുണ്ടാകും. ഒരു കലഹമുണ്ടായി ആളുകളുടെ അഭിപ്രായം പോയാൽ, ഒരു മനമെന്ന ശക്തി ഇല്ലാതെയായാൽ നാമധേയരായി സഭ മാറും. പിന്നെ പൗലോസിന് ശുശ്രൂഷിച്ചിട്ട് കാര്യമില്ല, മറ്റവൻ്റെ കയ്യിൽ സഭയാകും. ഇതിനുവേണ്ടി വേറൊരു കൂട്ടം ആളുകൾ, അഭക്തരായ ആളുകൾ, നുഴഞ്ഞു വന്നവർ, അത് യൂദായുടെ ഭാഷയാണ്, നുഴഞ്ഞു വന്ന അഭക്തർ, നുഴഞ്ഞു വന്നവർ ഉരസുകൊണ്ട് തള്ളി ആളുകളെ അന്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനാൽ ഉരസുകൊണ്ട് തള്ളിയിട്ട് മാറാത്തതിനെ കൊമ്പുകൊണ്ട് കൂത്ത്, മേലാൽ നിന്നെ പള്ളി കയറ്റുകയില്ല. റാന്നി ഏരിയയിൽ നടന്നിട്ടുള്ള കൺവെൻഷനുകളിൽ അതിശക്തമായൊരു കൺവെൻഷൻ ഒരിക്കൽ നടന്നു. ആ കൺവെൻഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ, എൻ്റെ ഒരു പഴയ സ്നേഹിതൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ കൺവെൻഷൻ മുഴുവൻ കേട്ടിരുന്നു. ഇപ്പോഴും ഉണ്ട് ഒത്തിരി. ഞാൻ കൺവെൻഷൻ മുഴുവൻ കേട്ടിരുന്നു, മൈക്കിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് എന്താ വരാഞ്ഞത്? അത് ബ്രദറെ, വന്നാൽ ശരിയാകില്ല, പിന്നെ ഞങ്ങളുടെ പള്ളി കയറ്റുകയില്ല. എനിക്കാണെങ്കിൽ 3-4 പെൺപിള്ളേരും ഒക്കെ ഉള്ളതാണ്. അപ്പം പള്ളിയുടെ ശുശ്രൂഷയിലാണ് കഴിയുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ആ മനുഷ്യനോട് പറഞ്ഞു, എടൂ, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാൻ കൊള്ളാത്തതാണ് തൻ്റെ ഉദ്യോഗമെങ്കിൽ രാജിവെച്ച് പോയി സൈക്കിളിന് പെയിൻ്റ് അടിക്കിടൂ. പാസ്റ്റർ ഉദ്യോഗം നിലനിർത്താൻ വേണ്ടി നിൻ്റെ വിശ്വാസത്തെ ത്യജിച്ചു പറയുന്നെങ്കിൽ നിന്നെ എന്നെടുക്കാൻ കൊള്ളാം. പാർശ്വം കൊണ്ട് തള്ളി മാറാതെ വന്നാൽ കൊമ്പ് കൊണ്ട് കുത്താൻ നിങ്ങൾ മടിക്കത്തില്ല, നിങ്ങൾ കൊമ്പ് കൊണ്ട് കുത്തും. ആകയാൽ ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിച്ചു, അല്ലാത്തതിൻ്റെ അടുക്കൽ നടക്കത്തില്ലായിരിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 58:4-8 വരെ അവരവരുടെ സമയത്തൊന്ന് വായിച്ചോണം. നിങ്ങൾ എന്തിനാണ് ഉപവസിക്കാൻ ഒരുമിച്ച് കൂടുന്നത്? ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കേണ്ടതിനാണോ? നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുവാൻ ഒരുമിച്ച് വരുന്നത്? അന്യോന്യം മുഖം വെക്കുവാനാണോ? ഇതൊന്ന് മാറ്റ്. ഗലാത്യ ലേഖനം 5:11, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ പറഞ്ഞു, ഒരു പ്രവചന പർവ്വതത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വീക്ഷണമാണിത്. ഏറ്റവും പഴയ വീക്ഷണമാണ് എസെക്കിയേൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പുത്തൻ വീക്ഷണങ്ങളിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. 5:26 നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അഭിമാനികൾ ആകരുത്. ഇത് പൗലോസിൻ്റെ കാലത്ത് എഴുതി വെച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞതിനോട് അല്പം കൂടെ അടുത്തപ്പോൾ ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മൾ ഈ പ്രവചന ദിവസങ്ങളോട് അടുക്കും തോറും അതിൻ്റെ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ 58-ാം അധ്യായം വായിച്ചങ്ങ് നിർത്തിക്കോട്ടെ. അതുകൊണ്ട് 58-ാം വായിക്കാൻ പോവാം. ദയവായി ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായം ദയവായി ഒന്ന് എടുത്താലും. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് തരികയാണ്. 1, അന്യായ ബന്ധങ്ങളെ അഴിക്കുക. ചർച്ചിനകത്ത് ഗ്യാങ് ഉണ്ടായാൽ, ബഥേലില്ല, ഇല്ലാത്തപ്പോൾ പറയുകയല്ലേ നല്ലത്, അതുകൊണ്ട് ഇപ്പോഴേ പറയുന്നത്. ചർച്ചിനകത്ത് ഗ്യാങ് ഉണ്ടാകുക, ഇലക്ഷന് പോയാൽ പാനൽ ഉണ്ടാക്കുക,
അവിടെ കൊണ്ട് നിർത്തിയേക്കാം. അന്യായ ബന്ധങ്ങളെ അഴിക്കുക. ഇല്ലാതെ എന്നത്തിൻ്റെ ഉപവാസമാണ് അടുത്ത പദം. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. നിന്റെ കൂടെ അല്ലാതെ ഞാനില്ല, എൻ്റെ കൂടെ അല്ലാതെ നീയില്ല. ചത്താൽ ഒരുമിച്ച് ചാകണം, ജീവിച്ചാൽ ഒരുമിച്ച് ജീവിക്കണം. പോയാൽ ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോകണം, പോയില്ലെങ്കിൽ ഒന്നിനും പോകരുത്. ഞാനും നീയും ഒരുമിച്ചാണെന്ന് പറഞ്ഞ് ഒരൊറ്റ നുകത്തിൻ്റെ കീഴിൽ രണ്ടുപേരെ ഒന്നിച്ച് ചേർത്ത് വെച്ച് കെട്ടി നിത്യനരകത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടുപോകുന്ന നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കാനെന്ന് ചെത്താനാണോ? നുകത്തിൻ്റെ അമിക്കയറുകളെ ചെത്തുക, അഴിക്കുക. പിന്നെ പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. പിന്നെ എല്ലാ നുകത്തെയും തകർക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഇതാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം. ഇന്ന് പകൽക്കാലം ദൈവിക വ്യവസ്ഥയിൽ ഞാൻ ദൈവത്തോട് അടുത്ത് വരികയാണ്. കർത്താവേ, ഞാൻ ഒരു ഗ്യാങ്ങിലുമല്ല. കൃപയാൽ ഇവിടെ ആരുമല്ല. ഇവിടെ അങ്ങനെ ആകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം സ്വതന്ത്രമായി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന ഒരുപാട് പേരിൽ ആർക്കോരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ലാംഗ്വേജ് ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽ നമുക്ക് നമ്മുടെ കുറവുകളൊന്ന് ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ ബലഹീന വശങ്ങൾ ഏറ്റുപറയുകയാണ്. ഇന്ന് പകൽ ദൈവകൃപയുടെ ആഴത്തിലേക്ക് എന്നെ ഇറക്കണമേ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട്, നിത്യദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഉയരത്തിൽ കയറത്തക്കവണ്ണം കർത്താവേ, ആടിനും ഇടയിൽ ന്യായം വിധിച്ചുകൊണ്ട് എൻ്റെ ആടുകളെ ഞാൻ പരിപാലിക്കുമെന്ന് അരുളിച്ചേതവൻ തുടർന്ന് ഞങ്ങളെ പരിപാലിക്കേണ്ടതിന് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നസ്രായൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന അംഗീകരിക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ